Hi dear friends, welcome back to our channel Renuhoneyrose. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് HydraFacial ആണ്. HydraFacial ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും എല്ലാം നമുക്ക് വഴി അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് HydraFacial ആണ്. അപ്പോൾ HydraFacial നമുക്കിപ്പോൾ എല്ലാ സ്കിന്നിനും, ഓൾ സ്കിന്നിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ്. മാത്രമല്ല സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ടോക്സിൻസിനെ എല്ലാം ഫുള്ള് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നിനെ എല്ലാം റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഈ HydraFacial എന്ന് പറയുന്നത്. അപ്പോൾ HydraFacial നമ്മൾ ചെയ്യേണ്ട ലെവലിൽ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സൈഡിൽ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. കാരണം ആളിൻ്റെ സ്കിന്നിൻ്റെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് അതിൽ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഹൈഡ്ര ചെയ്യുന്നതിന് ശേഷവും ചെയ്യുന്നതിന് മുന്നേയും എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വൺ നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അതിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിലുള്ള 2-3 ലെയർ ഡെഡ് സ്കിന്നിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് അബ്രഷനാണ്. അപ്പോൾ ഈ അബ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ അബ്രഷൻ ചെയ്യുന്നത് വാട്ടറിലാണ് നമ്മൾ അബ്രഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ABC എന്ന് പറയുന്ന സിറം ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും നമ്മുടെ ഓരോ സ്കിന്നിനനുസരിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ അബ്രഷൻ ഉപയോഗിച്ച് നമ്മൾ വാട്ടർ വെച്ച് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ടോക്സിൻസിനെ ഫുള്ള് റിമൂവ് ചെയ്ത് നമ്മുടെ മെഷീനിൽ തന്നെ ഒരു എക്സ്ട്രാ ബോട്ടിലുണ്ടാവും. അതിലേക്ക് നമ്മളിപ്പോൾ ഇതിനെല്ലാം റിമൂവ് ചെയ്ത് ആ ബോട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാട്ടർ അബ്രഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സിറം നമ്മുടെ ആ അബ്രഷനകത്ത് സിറം വരണം. അപ്പോൾ സിറം വന്നതിന് ശേഷം ആണ് നമ്മൾ നെക്സ്റ്റ് വൺ ചെയ്യേണ്ടത്. അതും അബ്രഷൻ തന്നെയാണ്, പക്ഷേ ഇത് ഡോട്ട് ഡോട്ട് മാതിരി വേണം നമ്മളിപ്പോൾ ഈ അബ്രഷൻ ചെയ്യേണ്ടത്. അപ്പോൾ സിറം നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് പെനട്രേറ്റ് ആകും. അപ്പോൾ ഇത് ഓരോ എക്യുപ്മെൻറ്റ്സ് ചെയ്യുന്നതിനും 7 to 10 minutes ആണ് ഓരോന്നിൻ്റെയും ടൈം വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്കിന്നുമായിട്ട് അബ്സോർവ് ആയതിന് ശേഷമാണ് അടുത്ത പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ HydraFacialൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് കുറേ പേര് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ HydraFacialൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹാൻഡ്സ് ഓൺ പ്രാക്ടീസോട് കൂടി തന്നെയായിരിക്കും ക്ലാസ് തരുന്നത്. HydraFacialൻ്റെ ക്ലാസ് ഒരു ദിവസത്തെ ക്ലാസ്സാണ്. അപ്പം ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഞാൻ അത് അബ്രഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഞാനൊരു മസാജ് ക്രീം ഉപയോഗിച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇടയ്ക്ക് കസ്റ്റമർക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ മെഷീൻ മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് എൻ്റേതായ രീതിയിലൊരു മസാജും കൂടെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അൾട്രാസോണിക് ഉപയോഗിച്ചിട്ട് ഉള്ള റൗണ്ട് മസാജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അൾട്രാസോണിക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ജെല്ലോ സിറമോ എന്താണോ നമ്മൾ ആ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അൾട്രാസോണിക് മെഷീൻ ഉപയോഗിച്ച് അതും അതുപോലെ തന്നെ 7 to 10 minutes ആണ് നമ്മൾ ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ സാഗിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിനെ ടൈറ്റിങ് ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ RF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള കളറുകൾ അതിലിങ്ങനെ മിന്നി മാഞ്ഞു പോകും. അപ്പോൾ അത് നന്നായിട്ട് സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഒരിക്കലും കൈകൊണ്ടുള്ള മസാജ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ RF ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കൂളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കൂളർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബ്രഷനൊക്കെ ചെയ്യുമ്പോൾ ചിലരുടെ സ്കിന്നിൽ റാഷസും കാര്യങ്ങളൊക്കെ വരാം. റെഡ്നെസ് ഒക്കെ വന്നു കഴിഞ്ഞ് തടുപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൂളർ വെച്ച് ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആകുകയാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ LED മാസ്ക് വെക്കാനുള്ള പ്രിപ്പറേഷനാണ്. ഞാൻ ഷീറ്റ് മാസ്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് LED മാസ്ക് അപ്ലൈ ചെയ്യുന്നു. അതും അതുപോലെ തന്നെ 10 to 15 minutes ആണ് അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു വാട്ടർ സ്പ്രേ കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് ടോണർ ഉണ്ടെങ്കിൽ ടോണർ ഉപയോഗിച്ച് സ്പ്രേ കൊടുത്തതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ HydraFacialൻ്റെ മെത്തേഡും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഒരു ഡയറക്റ്റുള്ള ക്ലാസ് തന്നെയായിരിക്കണം അത്യാവശ്യം വേണ്ടത്. അപ്പോൾ നമ്മുടെ റിസൾട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.